ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇന്ന് ഡെയിലി ഞാൻ ഫുള്ള് ടിൽ 6:30 ഞാൻ ഫ്രീ ആണ്. അപ്പം എൻ്റെ ഓഫ് ഡേയുടെ നൈറ്റ് സ്റ്റാർട്ട് ഡേയുടെ കുറച്ച് റുട്ടീൻസ് മോർണിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു. വർക്കൗട്ട് വെച്ചിട്ട് കുളിച്ചില്ല കേട്ടോ, കാരണം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിച്ച്. ഇന്ന് മൺഡേ ആണ്, വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പം ഞാൻ രാവിലെ ഗ്രീൻ ടീ കുടിച്ച് ചിയാ സീഡ് വെച്ചിട്ടുണ്ട്, അത് കുടിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് വലിയ വലിയ പരിപാടികളുണ്ട്. ഇതുണ്ടോ, ഇത് ഒരു ഗ്ലാസ് കുടിക്കുമ്പോഴത്തേക്കും വയറ് നിറയും. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ എന്താ ഉണ്ടാക്കുന്നത്? മുട്ട ഇരിപ്പുണ്ട്. മുട്ട ആംപ്ലേറ്റ് ചെയ്യണോ ഇല്ല ചപ്പാത്തി ഉണ്ടാക്കണോ? ചപ്പാത്തി തിന്നാൻ ഒരു ബുദ്ധിമുട്ട്, ഉച്ചയ്ക്ക് തിന്നാലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഓട്സ് വാങ്ങണം. അപ്പോൾ ഓട്സ് വാങ്ങാനുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങൾ പോയി വാങ്ങിയിട്ട് വരാട്ടോ. അപ്പം ഞാൻ ചെറിയൊരു ഷോപ്പുണ്ട്, നമുക്ക് ചെറുതല്ല, പ്രൊഫഷണൽ സ്റ്റോർ തന്നെയാണ്. അവിടെ പോയി ഞാൻ വാങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. വാങ്ങിയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഇത് കണ്ട കയ്യിലിരിക്കുന്നത് എൻ്റെ ഡ്രസ്സുകളൊക്കെയാണേ. ഇതൊന്ന് വെയിലത്തിട്ട് ഉണക്കണം. ഞാൻ എന്നും വിചാരിക്കും വെയിലത്തിടണം. ഞാനുണ്ടല്ലോ എന്തെന്നറിയോ, അധികം തുണികളൊന്നും അധികം വാഷ് ചെയ്യത്തില്ല. കാരണം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു 2 മിനിറ്റ് ഇട്ടിട്ട് പോകത്തേ ഉള്ളൂ. ഇവിടുന്ന് പോയി 5-10 മിനിറ്റിലാണ് ഞാൻ എൻ്റെ വർക്കിംഗ് പ്ലേസിൽ എത്തുമല്ലോ. അപ്പം ഞാനത് എന്ത് ചെയ്യുന്നറിയോ, പെട്ടെന്നൊന്നും കഴിയില്ല. പെട്ടെന്ന് നമ്മൾ ഒത്തിരി കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സെല്ലാം ഭയങ്കര ഫേഡായി പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, സൺലൈറ്റ് ഇട്ട് കുറച്ച് ഉണക്കിയെടുക്കും. അപ്പോൾ ഉണക്കിയിട്ട് ഇനി ഒരു പ്രാവശ്യം എടുത്ത് കഴിയുമ്പോഴാണ് ഞാൻ വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് വന്നു, ഞാൻ ചിയാ സീഡ് കുടിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തുണി വാഷ് ചെയ്യത്തില്ലെന്ന്. അങ്ങനെയല്ല, നമ്മളിടുന്നത് പെട്ടെന്ന് കുറച്ച് സമയത്ത് ഇടുമ്പോഴത്തേക്ക് ഇവിടെ നടന്നു വന്ന് സ്വെറ്റിങ് ഒന്നും ആയില്ല, രാവിലെ പോകുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വെയിലിട്ടിട്ട് വരാം. ബാക്കി കുറേ തുണി ഇപ്പോൾ വാഷ് ചെയ്യാൻ. നൈറ്റ് ഡ്രസ്സ് മാത്രം നമുക്കറിയാലോ, ഡെയിലി നമ്മൾ കുളിക്കുമ്പോൾ ഡെയിലി അത് വാഷിങ്ങിലേക്ക് പോകും. ഇത് കണ്ടോ, കുറേ ഡ്രസ്സ് ഇരിക്കുന്നുണ്ടോ. ഇതെല്ലാം വാഷിങ്ങിനുള്ളതാണ് കേട്ടോ. എന്താണെന്നറിയോ, എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം ഇടും, ഒരു ദിവസം ഇട്ടങ്ങ് ഊരിടും കേട്ടോ. അതിപ്പം ഞാനൊരു 2-3 ദിവസമായി. എനിക്ക് ആണെങ്കിൽ വന്ന പാടെ ഞാൻ അങ്ങ് കിടക്കും. എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ച സോപ്പ് പൗഡർ ഇല്ലെന്ന്. ഇപ്പോൾ സോപ്പ് പൗഡർ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഒരു 5 മിനിറ്റത്തെ പരിപാടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കടയിൽ പോട്ടെ, സോപ്പ് പൗഡർ മാത്രമല്ല കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങണം. എല്ലാം തീർന്നു. ഇപ്പം എനിക്കാകുമ്പോൾ ഞാൻ ബ്രെഡ്, പിന്നെ ഇത് ചിയാ സീഡ്, പിന്നെ എന്താ ഓട്സൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ വേണമല്ലോ. അപ്പം ഇന്നലെ സൺഡേ കൊണ്ട് വരില്ല, 2 ഡേയ്സ് വൺസാണ് വരിക. അപ്പം ആ 2 ഡേയ്സ് വൺസ് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം ഞാൻ കടയിൽ പോയിട്ട് വരാം. ഇറങ്ങിയപ്പോൾ ഓർത്ത ഗേറ്റ് ചാവി എടുത്തില്ല, നല്ല വെയില. കിട്ടി. ലോക്ക് ചെയ്യുന്നില്ല, എന്നറിയോ, താഴെയിട്ടല്ലേ നല്ലപോലെ അടച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ അപ്പുറത്തെ രാക്ഷി കുട്ടൻ വന്നിട്ട് എന്നെ അറിയുമോ തട്ടും, മനുഷ്യ തട്ടും. ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പം തുറക്കും 1 മിനിറ്റ്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങും, മൊബൈൽ നോക്കി കിടക്കും. അപ്പം ഞാനോ ഇതാരാ, അയ്യോ പൈസ പോയി, ആരാ തട്ടുന്നതെന്ന് ഞാൻ വിചാരിച്ചൊരു മനുഷ്യ തട്ടുന്ന പോലെ. നോക്കുമ്പോൾ ഇവൻ വന്ന് തട്ടുന്ന ഡോറ് തുറക്കാനായിട്ട്. ഗേറ്റ് കീ തുറന്നു. എൻ്റെ അപ്പുറത്തെ വീട്ടുകാർ എണീറ്റില്ല. അവരെന്നറിയുമോ, ലാസ്റ്റ് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അവർ വീട്ടിൽ വരുന്നത്. അപ്പോൾ അവർ എണീക്കുന്നത് എപ്പോഴും 11 മണി 12 മണിയൊക്കെ ആയിട്ടാണ്. ഞാൻ എത്ര ലേറ്റായാലും കറക്റ്റ് 5 മണിക്ക് എണീക്കും. എന്നിട്ട് അലാറം വെക്കും. അലാറം ഓഫ് ചെയ്യും കിടക്കും.
സപ്പകി സപ്പു ഒന്ന് കെട്ടോ ಕೋಕೋನಟ್ ಆಯಿಲ್ ಇದು ಕೊಡಿ ಸ್ವಲ್ಪ ಫ್ಲವರ್ അപ്പം കടയിൽ പോയി കുറച്ച് പച്ചക്കറികളും സോപ്പ് പൗഡറും സോപ്പും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, പൂവൊക്കെ വാങ്ങിച്ചു. ഇന്ന് മൺഡേ അല്ലേ, രാവിലെ ആകുമ്പോഴേ നല്ല ഫ്രഷായിട്ട് വെജിറ്റബിളൊക്കെ കിട്ടും. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുവാണെങ്കിൽ പിന്നെ കിട്ടൂല. നല്ലപോലെ വിശക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. ഇനി ഒരു സൂത്രം കാണിച്ചു തരാം. ഇന്നലെ വാഷ് ചെയ്ത പാത്രങ്ങളൊക്കെ ഇന്നും എടുത്ത് വെച്ചില്ല. ഇതിപ്പോൾ എല്ലാം എടുത്ത് വെക്കണം. എന്നാന്നറിയോ, ഇന്നലെ എനിക്ക് എല്ലാം വാഷ് ചെയ്തിട്ട് പോയിട്ട് സമയം കിട്ടില്ല. കാരണം എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയേർഡായി. ഞാൻ അങ്ങനെ കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എടുത്തേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും റെഗുലർ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഈ പാത്രങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് എടുത്ത് മേലെ അവിടെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എമർജൻസി ഓടുന്ന ഓട്ടമല്ലേ, നിങ്ങൾ കാണാറുള്ളതല്ലേ. അപ്പോൾ ഭയങ്കര കഷ്ടമാകും. ഇത് കണ്ടോ, ഞാനിങ്ങനെ എല്ലാം വാഷ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കുവേ. ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ എടുത്ത് ഈ റാക്കറിൽ വെക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല, അവരൊക്കെ വെയിലുണ്ട് ഉണക്കിയിട്ട് എടുത്തുകൊണ്ട് വെക്കും. കണ്ടോ, ഞാൻ 2 ചീനക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടേ. ഇത് പുഴുങ്ങിയിട്ട് ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴേ ഞാനിതെങ്ങനെ പുഴുങ്ങാൻ ഇടുന്നത് കാണിച്ചു തരാവേ. ക്യാരറ്റ് വിശക്കുന്നു. എനിക്കുണ്ടല്ലോ ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങുന്ന ഇഷ്ടമില്ലേ. അപ്പം ഞാൻ എന്നറിയോ, ഞാൻ ക്യാരറ്റ് തിന്നുവാ. വിശക്കുന്നുണ്ട്. ഈ പാത്രമില്ലേ, ഈ പാത്രത്തിലിട്ട് പുഴുങ്ങും. അപ്പോൾ ഈ കുക്കറിൽ ഞാനിങ്ങനെ കാണിച്ചു തരാം. ഒഴിച്ചിട്ടുണ്ടേ. ഇത് ഈ പാത്രം വെക്കും. എനിക്ക് വെള്ളത്തിൽ വേവിക്കുന്ന ഒട്ടും ഇഷ്ടമില്ല. എന്നിട്ട് നമ്മുടെ ഇവനെ അങ്ങോട്ട് ഇടും. ഇത് കണ്ടോ, നല്ല കളറല്ല. ഇത് നല്ല കളറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീനിക്കിഴങ്ങ് ഭയങ്കര നാര. ഇതിനകത്ത് നാര് കുറവാണ്. നാരില്ല ഇതിനകത്ത്. നല്ല സ്വീറ്റും ഉണ്ടാവും. അപ്പം നമുക്കിത് മൂടി വെക്കാം. ഇത് കണ്ടോ, കുക്കർ ക്ലോസ് ആയിട്ടുണ്ടേ. എടുത്ത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിലെ മൊബൈൽ ഇരിക്കുന്നത് ഞാൻ സ്റ്റിക്ക് വെച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ, ഊരട്ടെ. ഒരു കൈ കൊണ്ട് ഊരാൻ നോക്കട്ടെ. ഇത് കണ്ടോ, നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് കത്താൻ ഇത്ര ബുദ്ധിമുട്ട്. അങ്ങോട്ട് മാറ്റട്ടെ. അതല്ലേ, ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഗ്യാസേ. വായി. അയ്യോ, ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ കുക്കർ അടുപ്പേ വെച്ചിട്ടുണ്ട്. 2 വിസിൽ മതി. 2 വിസിൽ വരുമ്പോൾ കുറച്ച് മുളകും പൊട്ടിച്ചിട്ട് ചീനിക്കിഴങ്ങ് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യം എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ നിരത്തി ഇട്ടിരിക്കുക. ഇത് കണ്ടോ, പൂവുണ്ട്. ഇന്ന് പൂജ ചെയ്യാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ തുണികളെല്ലാം കൂടെ ഒന്ന് വാഷിങ്ങിനിടും. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ട് കുളിക്കണം. പരിപാടികളൊക്കെ ഉണ്ട്. വീട് തുടയ്ക്കണം. ചീനിക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ടേ. ഇനി തുറന്ന് നോക്കട്ടെ കേട്ടോ. എടുത്തിടാം. റെഡി. എല്ലാം വെച്ച് നമുക്ക് ഇടിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ല ടേസ്റ്റ് അല്ലേ. കണ്ടോ, വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടും. അപ്പോൾ കുറച്ച് ഉപ്പും
വെളുത്തുള്ളിയും ഉള്ളിയും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഇട്ടുണ്ട് നല്ലപോലെ അങ്ങ് ഞെരടി. ആഹാ, എനിക്ക് വായി വെള്ളം വരുന്നുണ്ട്. കണ്ടോ, ചീനിക്കിഴങ്ങിൻ്റെ തൊലി ഞാൻ പൊളിച്ചു കേട്ടോ. ഇത് ചെറിയ തൊലിയാണ്, നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ അല്ല, ചെറിയ തൊലിയാണ് കേട്ടോ. അത്ര കട്ടിയൊന്നുമില്ല, നമുക്ക് എളുപ്പമാണ്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. പോവാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടേസ്റ്റ് നോക്കി കേട്ടോ, ഉപ്പുണ്ടോന്നേ. അപ്പോൾ ഇത് കണ്ടോ, ചീനിക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടല്ലോ ഞാൻ മിക്സ് ചെയ്യുന്നൊക്കെ, നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയൊക്കെ ഇതുണ്ടോ, രണ്ടും വലുതാ. അതിൻ്റെ കൂടെ എന്തെന്നറിയോ, കാണിച്ചാൽ ഇത് വെക്കട്ടെ. അയ്യോ, അതെവിടെ വെച്ച് ഞാൻ. ഇത് കണ്ടോ, ബ്ലാക്ക് ടീ ബെല്ലമാക്കിയതാണ് കേട്ടോ. നമ്മുടെ പൊടി ബെല്ലം വരത്തില്ലേ, അത്. നല്ല ചൂടാ. അപ്പോൾ ചീനിക്കിഴങ്ങും മുളക് പൊട്ടിച്ചതും കട്ടൻ കാപ്പി. ഇത് തിന്നിട്ട് വേണം എനിക്ക് വീടൊക്കെ തുടയ്ക്കാൻ. വീട് തുടച്ചില്ല, ബാക്കിയെല്ലാം കഴിഞ്ഞ് വീട് തുടയ്ക്കുക, കുളിക്കുക, പിന്നെ ഉറങ്ങുക. ഇത്രേ ഉള്ളൂ എൻ്റെ പരിപാടി. പിന്നെ ഫുഡ് വെക്കണം. അവർ വന്നാൽ മാത്രമേ വെക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര 11:50 11:10 ആയി. വന്നാൽ വെക്കും, ഇല്ലെങ്കിൽ എനിക്കിത് മതി. തിന്നട്ടോ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല വയറൊക്കെ നല്ലപോലെ നിറഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയോ, വീടൊക്കെ ഞാൻ തുടച്ചു. ഇനി തുടച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയോ, കുളിക്കാൻ പോകണം. കുളിച്ച് കഴിഞ്ഞ് നല്ലപോലെ ഒരു ഉറക്കം ഉറങ്ങിയിട്ട് എത്ര മണിക്ക് 5 മണിക്ക് എണീക്കും. എന്നാലും പെട്ടെന്നൊന്നും എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. കുറേ സമയം മൊബൈലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ ഉറക്കം വരുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.